ജിൻഡോയ്ക്കും പിന്നെ സിബിനും ഒക്കെ കൊടുത്ത മരുന്ന് ഏതായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, നമുക്ക് ഊഹിക്കാനേ പറ്റത്തുള്ളൂ. ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെയും പിന്നെ സൈക്യാട്രിസ്റ്റുകളുടെയും ഒക്കെ സഹകരണത്തോടെ നടക്കുന്ന ഒരു പരിപാടിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സിബിൻ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ സ്ക്രീഷോപ്പീനിയക്കുള്ള മരുന്നുകളായിരിക്കാം കൊടുത്തത്. പിന്നെ കോർട്ടിക്കോസ്റ്റെറോയിഡോ ഐസോട്രനോയിനോ അല്ലെങ്കിൽ ആന്റി ഡിപ്രസൻസോ അങ്ങനെ ഏത് ഡ്രഗ് കൊടുത്താലും ഈ ഭൂലോകവുമായിട്ട് ഒരു കണക്റ്റും ഉണ്ടാവാത്ത അവസ്ഥയിലേക്ക് ആളുകൾ എത്തും, ആക്റ്റീവ് ആവാതിരിക്കും. നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ വേണ്ടിയല്ല വന്നത്. ഒരുപാട് പ്രേക്ഷകർ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞു എന്ന് മാത്രം. ജിൻഡോ ഇപ്പൊ പീപ്പിൾസ് റൂമിൽ കിടക്കുമായിരുന്നു ലൈവിനകത്ത്. അപ്പൊ അൻസിബ ചോദിക്കുന്നുണ്ട്, ജിൻഡപ്പ അത് ഒരു ലോഡ് മരുന്നുണ്ടല്ലോ എന്ന രീതിയിൽ. അപ്പോ ആശ്ചര്യത്തോടെയാണ് അൻസിബ ഒരു കാര്യം ചോദിക്കുന്നത്. അപ്പൊ ജിൻഡോ ഒരു പൗച്ച് എടുത്ത് പൊക്കി കാണിക്കുന്നുണ്ട് അൻസിബയെ. അത്രയ്ക്കൊന്നും ഇല്ല എന്നെന്തോ ജിൻഡോയും തിരിച്ച് പറയുന്നുണ്ട്. ജിൻഡോയുടെ മരുന്നിന്റെ ആ ഒരു പൗച്ച് കണ്ടപ്പോ അക്ഷരാർത്ഥത്തിൽ എനിക്കൊരു പേടിയാണ് തോന്നിയത്. സിബിനെ പോലെ ജിൻഡോയെയും പുറത്താക്കുമോ എന്നൊരു തോന്നല്. ഇങ്ങനെ സ്ട്രോങ് പ്ലേയേഴ്സ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഗെയിമാണോ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തോ ഭാഗ്യത്തിന് പുറത്തേക്ക് പോകണം എന്നൊരു തോട്ടൊന്നും ജിൻഡോയ്ക്ക് ഇതുവരെ ഉണ്ടായതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷെ കിടപ്പിലാണ് എന്തോ ദിവസം മൊത്തം ലൈവിന്. അത് കാണുമ്പോൾ സങ്കടം തോന്നും. എല്ലാരും കൂടി വെളിയിൽ കൂടി ഓടിച്ചാടി നടന്ന് എന്തോ ഒരു ഗെയിം കളിച്ചപ്പോ പോലും പുള്ളി അധികം സമയമൊന്നും അവരുടെ കൂടെ ഒന്നും കളിച്ചില്ല. കാരണം വയ്യ പുള്ളിക്ക്, അതുകൊണ്ടാണ്. ഏതായാലും അൻസിബ അങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് ഒരു കാര്യം ഉറപ്പായി, ജിൻഡോയ്ക്ക് ബിഗ് ബോസ് മരുന്ന് കൊടുത്തിട്ടുണ്ട്. ആ മരുന്നിന്റെ കൂട്ടത്തിൽ ഈ ആദ്യം പറഞ്ഞ ഏതെങ്കിലും ഒരു മരുന്ന് ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം. അതാണ് പുള്ളി ആക്റ്റീവ് ആയിട്ടിരിക്കാത്തത്. അത് തെളിവ് സഹിതം ഞാൻ ലൈവില് കണ്ടു. അതിന്റെ സ്ക്രീൻഷോട്ടും അപ്പൊ തന്നെ എടുത്തു. അതാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്.